അഞ്ചിലിപ്പ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചേമ്പ്, അതായത് ചേമ്പ് എങ്ങനെ നടുന്ന ശരിയായ രീതി ആണ് ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് നമ്മൾ ചാണകം നല്ല വട്ടത്തിൽ കുഴിയെടുത്തതിന് ശേഷം ഇതുപോലെ തട നല്ല മൂന്നായിട്ടൊക്കെ ഒരു തട നമുക്ക് ഇത് കണ്ട സൈഡ് കണ്ട മുള പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നായിട്ടൊക്കെ കീറിയിടുക. അതായത് ചേമ്പ് നടുന്ന ഇത്തിരി അകലത്തിൽ വേണം കേട്ടോ. എന്നാൽ മാത്രമേ വളർച്ച അനുസരിച്ച് നമുക്ക് മണ്ണിട്ട് കൊടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ഇതുപോലെ നല്ല അകലം വേണം, നല്ല വിത്തുകളൊക്കെ പൊട്ടുകയുള്ളൂ. നന്നായി വട്ടത്തിൽ കിളച്ച് കൊടുക്കണം, എന്നാലേ വേരൊക്കെ നല്ല വേരോട്ടമൊക്കെ നല്ലപോലെയൊക്കെ കിട്ടുകയുള്ളൂ. ഇത് നമ്മളിപ്പോൾ ചാണകപ്പൊടി, എല്ലുപൊടി, ചാരം ഇട്ട് നട്ടിരിക്കുന്നതാണ്. അതായത് നമ്മൾ വിത്തുകൾ ഓരോന്നും നല്ല അകലത്തിൽ വേണം നട്ടു കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ചുവട്ടേക്ക് മണ്ണൊക്കെ നല്ലപോലെ വെട്ടി നിരത്തി ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ കള കയറാതെയൊക്കെ നല്ലപോലെ നോക്കുക വേണം. ഇത് ചേമ്പിനെ ഈ പൊതുവെ കീടരോഗങ്ങളൊക്കെ ബാധിക്കാറില്ല, അധികമൊന്നും ബാധിക്കാറില്ല, അങ്ങനെ ബാധിച്ച് കാണാറില്ല കേട്ടോ. ഇതിൻ്റെ വിളവെടുപ്പ് കാലം എന്ന് പറഞ്ഞാൽ ഒരു ഇനം അനുസരിച്ചാണ് ഇതിൻ്റെ വിളവെടുപ്പ്. 5 മാസം മുതൽ 8 മാസം വരെ നീളാവുന്നതാണ് ഇതിൻ്റെ വിളവെടുപ്പ്. അതായത് ഓരോ ഇനം വ്യത്യസ്തമാണ് ചേമ്പിൻ്റെ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വിളവെടുപ്പ് നടക്കാം. ഒരു 5 മാസം മുതൽ 8 മാസം വരെ അതുവരെ നീളാവുന്നതാണ്. ഈ അടിസ്ഥാനത്തിലാണ് ചേമ്പിന് പൊതുവേ നമ്മൾ വിളവെടുപ്പൊക്കെ നടത്തുന്നത്. നമ്മളിപ്പോൾ ഇത് കണ്ടോ, കൈകൊണ്ട് നല്ലപോലെ മണ്ണ് ഓടി കല്ലൊക്കെ മാറ്റി മൂടുകയാണ് കൈവച്ച്. അത് ശരിയായ രീതിയിൽ വിള പൊട്ടിയതിന് ശേഷം നമ്മൾ 1 മാസം കഴിയുമ്പോൾ നമ്മൾ നല്ലപോലെ മണ്ണ് കൂട്ടി കൊടുക്കുന്നു. എങ്കിൽ മാത്രമേ നല്ലപോലെ ഇത് വളർന്നു കയറുകയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ചാണകപ്പൊടിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചേമ്പിനെ. പിന്നെ ചാരവും നല്ലപോലെ ഉപയോഗിക്കാം, എല്ലുപൊടി ഉപയോഗിക്കാം. പിന്നെ നല്ലപോലെ വട്ടത്തിൽ ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നന്നായി വളർന്ന് കയറുകയുള്ളൂ. ഇത് നമുക്ക് ഇങ്ങനെ മാസമില്ല, ഏത് മാസം വേണമെങ്കിലും നമ്മൾ ഈ ചേമ്പ് പൊതുവേ നമ്മൾ മെയ് മാസമാണ് നടുന്നത്. ഇത്തിരി അകലത്തിൽ വേണം നല്ലപോലെ നടാൻ. നല്ലപോലെ നട്ടിട്ട് നമ്മൾ ഇതിൻ്റെ കളയെല്ലാം പറിച്ച് നല്ല ശരിയായ രീതിയിലേക്ക് കൊണ്ടുപോകണം. 1 മാസം കഴിയുമ്പോൾ നമ്മൾ ചാണകപ്പൊടിയും റൗണ്ടിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണ് വെട്ടി നല്ലപോലെ കയറ്റണം. ഇതിപ്പോൾ നമ്മൾ ഫുള്ള് മൂടിയിരിക്കുകയാണ്. ഒരു 10-14 കുഴി എടുത്തതിന് ശേഷം ചേമ്പിട്ടതിന് ശേഷം നല്ല കൈകൊണ്ട് റൗണ്ടിൽ മൂടി കല്ലൊക്കെ എടുത്ത് മാറ്റി ഇട്ടിരിക്കുകയാണ്. ഇനി ഇനി ഒരു മാസം കഴിയുമ്പോൾ ഇത് മുള പൊട്ടി പൊങ്ങി വരുമ്പോഴത്തേക്ക് നമ്മൾ മണ്ണ് നല്ലപോലെ ചാണകപ്പൊടി ഇട്ട് മണ്ണ് നല്ലപോലെ കൂട്ടി കൊടുക്കും. ആണ് ചേമ്പ് നടുന്ന ശരിയായ രീതി. കൂടുതൽ നല്ല ഉണക്ക ചാണകപ്പൊടിയാണ് ഏറ്റവും നല്ല ഇതിന്. എല്ലുപൊടിയൊക്കെ ചേരുന്നത് നല്ലതാണ്. ചാരമാണ് ഏറ്റവും ബെറ്റർ. ചാരം നമ്മൾ ആദ്യം കുഴിയിലേക്ക് ഇടുന്നു, അതിനുശേഷം നമ്മൾ വിത്ത് വെക്കുന്നു, അതിനുശേഷം മണ്ണോട് കൂടി ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മണ്ടയിലേക്ക് ചാണകപ്പൊടി ഇടുന്നു. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് റൗണ്ടിൽ നല്ലപോലെ മൂടി സെറ്റ് ചെയ്യുന്നു. ഇതിപ്പോൾ ഏകദേശം ഒരു മാസത്തിന് മുകളിലായ ഇതാണ് ഈ തൈകൾ. ഇത് ചേമ്പ്. ഇപ്പം നമുക്ക് ചുവട്ടിൽ നല്ലപോലെ മണ്ണ് കൂട്ടി കൊടുത്ത് റെഡിയാക്കി എടുക്കാം. ഇച്ചിരി ചാണകപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം പിന്നെ നമുക്കൊരു 4 മാസം വരെ കാത്തിരിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഒരു 4 മാസം വരെ കാത്തിരിക്കേണ്ടി വരും വിളവെടുപ്പിന്. അതായത് സൈഡിലത്തെ താളൊക്കെ ഇങ്ങനെ കരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് വിളവെടുപ്പിൻ്റെ കാലമാണെന്ന് നമുക്ക് മനസ്സിലാവും. ചേമ്പിന് പിന്നെ കീടരോഗങ്ങളൊന്നും അധികമൊന്നും ബാധിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് വലിയ നോട്ടമൊന്നും വേണ്ട, കള കയറാൻ നോക്കിയാൽ മാത്രം മതി. പിന്നെ നടുന്നത് മാത്രം നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കുക, നല്ല അകലത്തിൽ വേണം. പിന്നെ തട മുറിക്കുന്നത് നല്ല 3ആയിട്ട് മുറിച്ചെടുക്കുക. മുള പൊട്ടുന്ന രീതിയിൽ ഒരു തട കിട്ടിയാൽ അത് 3ആയി മുറിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വട്ടത്തിൽ നന്നായി കിളച്ചു കൊടുക്കുക.